ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നു. 41 ശ്ലോകം. ഇത് കുടമെന്നതിലാദ്യമാമിതെന്നുള്ളതു വിഷമം കുടമോ വിശേഷമാകും. മതി മുതലായ മഹേന്ദ്രജാലമുണ്ടാവതിനിതു താൻ കരുവെന്നു കണ്ടിടേണം. ഇത് കുടമെന്നതിൽ, ഇത് കുടം എന്ന് പറയുന്നിടത്ത് ആദ്യമായി കാണപ്പെടുന്ന ഇതെന്നുള്ളത്, ഇത് എന്ന പദം വിഷമം, വിഷമയിലെ അഥവാ അന്യയിലെ സാമാന്യത്തെ വെളിവാക്കുന്നു. കുടമോ, കുടം എന്ന പദമോ വിശേഷമാകും, ആ വിഷമയിലെ വിശേഷത്തെ വെളിവാക്കുന്നു. മതി മുതലായ, ബുദ്ധി തുടങ്ങിയ, മഹേന്ദ്രജാലം, ഇന്ദ്രജാല തുല്യങ്ങളായ ദൃശ്യങ്ങൾ ഉണ്ടാവതിന്, അഖണ്ഡബോധത്തിലുണ്ടെന്ന് തോന്നാനിട വരുന്നതിന്, ഇതുതാൻ, ഈ അന്യ തന്നെയാണ് കരുവെന്ന്, കാരണക്കാരിയെന്ന് കണ്ടിടേണം, വിചാരം ചെയ്തറിയണം. ഇത് കുടം എന്ന് പറയുന്നിടത്ത് ആദ്യമായി കാണപ്പെടുന്ന ഇത് എന്ന പദം വിഷമയിലെ അഥവാ അന്യയിലെ സാമാന്യത്തെ വെളിവാക്കുന്നു. കുടം എന്ന പദമോ ആ വിഷമയിലെ വിശേഷത്തെ വെളിവാക്കുന്നു. ബുദ്ധി തുടങ്ങിയ ഇന്ദ്രജാല തുല്യങ്ങളായ ദൃശ്യങ്ങൾ അഖണ്ഡബോധത്തിൽ ഉണ്ടെന്ന് തോന്നാനിട വരുന്നതിന് ഈ അന്യ തന്നെയാണ് കാരണക്കാരി എന്ന് വിചാരം ചെയ്തറിയണം. മതി മുതലായ മഹേന്ദ്രജാലം, പ്രാണൻ, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ദേഹം, പ്രപഞ്ചം, ഇതാണല്ലോ അനുഭവക്രമം. പ്രാണൻ, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ദേഹം, പ്രപഞ്ചം, ഇതാണല്ലോ അനുഭവക്രമം. ഈ അനുഭവത്തെക്കുറിച്ച് വിചാരം ചെയ്യാതെ അപ്പടി അംഗീകരിക്കുകയാണെങ്കിൽ എല്ലാം ഉള്ളതു തന്നെ എന്ന് തോന്നാനിടവരുന്നു. കാരണാന്വേഷണം ചെയ്യുന്നയാൾക്ക് ഈ അനുഭവത്തിൽ തന്നെ വ്യക്തമായ ഒരു കാരണകാര്യ ശൃംഖല കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. മുമ്പുള്ള കാരണങ്ങൾ ഇല്ലെന്നു വന്നാൽ പിൻപുള്ള കാര്യങ്ങൾ അതോടെ അസ്തമിക്കുന്നതാണ്. മുമ്പുള്ള കാരണങ്ങൾ ഇല്ലെന്നു വന്നാൽ പിൻപുള്ള കാര്യങ്ങൾ അതോടെ അസ്തമിക്കുന്നതാണ്. പ്രാണൻ ഇല്ലെന്നു വന്നാൽ അഹങ്കാരം മുതൽ ഇങ്ങോട്ടുള്ളതെല്ലാം അപ്പാടെ അനുഭവത്തിൽ നിന്നും മറയും. അനുഭവത്തിൽ ഇല്ലെന്ന് വെച്ച് പ്രപഞ്ചം നഷ്ടപ്പെടുമോ എന്നാണ് മന്ദബുദ്ധികളായ ചിലരുടെ ചോദ്യം. അനുഭവത്തിലല്ലാതെ മറ്റെവിടെയാണ് പ്രപഞ്ചത്തിനുണ്ടായിരിക്കാൻ സാധ്യത എന്നവർ ചിന്തിച്ചു നോക്കേണ്ടതാണ്. അനുഭവത്തിലല്ലാതെ മറ്റെവിടെയാണ് പ്രപഞ്ചത്തിനുണ്ടായിരിക്കാൻ സാധ്യത? അപ്പോൾ അനുഭവത്തിൽ ഇല്ലെന്ന് വെച്ച് പ്രപഞ്ചം നഷ്ടപ്പെടുമോ എന്ന മന്ദബുദ്ധികളുടെ ചില ചോദ്യം അനുഭവത്തിലല്ലാതെ മറ്റെവിടെയാണ് പ്രപഞ്ചത്തിനുണ്ടായിരിക്കാൻ സാധ്യത എന്നവർ ചിന്തിച്ചു നോക്കേണ്ടതാണ്. മേൽ കാണിച്ചിരിക്കുന്ന കാര്യകാരണ ശൃംഖലയിലെ ആദ്യത്തെ ഘടകമായ പ്രാണൻ പോലും അനുഭവത്തിലാണ് ഉള്ളതായിത്തീരുന്നത്. അങ്ങനെയാണെങ്കിൽ അനുഭവം ആരുടെ സ്വരൂപമാണെന്ന് കണ്ടുപിടിച്ചാൽ പ്രപഞ്ചരഹസ്യം അതോടെ തെളിയുന്നതാണ്. അനുഭവം ബോധത്തിൻ്റെ മാത്രം സ്വരൂപമാണെന്ന് അല്പം ചിന്തിക്കുന്ന ആർക്കും വെളിപ്പെടും. അപ്പോൾ പ്രാണൻ തുടങ്ങിയെല്ലാം സ്വർണത്തിൽ ആഭരണ നാമരൂപങ്ങൾ എന്ന പോലെ അനുഭവസ്വരൂപമായ ബോധത്തിൽ ഉണ്ടെന്നു തോന്നുന്ന കൊച്ചു കൊച്ചു കാഴ്ചകളാണ്. ആഭരണങ്ങൾ നാമരൂപങ്ങൾ കൈവിട്ടൊന്നായാൽ സ്വർണ്ണക്കട്ടയായി മാറും. അതുപോലെ കൊച്ചു കൊച്ചു കാഴ്ചകൾ അസ്തമിക്കുമെങ്കിൽ ബോധം അഖണ്ഡമായി വിലസും. അപ്പോൾ അഖണ്ഡ ബോധത്തിൽ ഈ കൊച്ചു കൊച്ചു കാഴ്ചകൾ ഉളവാക്കിയതാരാണ്? ബോധത്തിൻ്റെ ശക്തി തന്നെ. ആ ശക്തിയുടെ പേരാണ് അന്യ അഥവാ അവിദ്യ. കർമ്മമയമായ പ്രപഞ്ചത്തെ തോന്നിപ്പിച്ച് പ്രവൃത്തിമാർഗത്തെ അനുസ്യൂതം നിലനിർത്തി പോരുന്നത് ഈ അന്യ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കൊച്ചു കൊച്ചു കാഴ്ചകളെ അകറ്റി അഖണ്ഡരൂപം വെളിപ്പെടുത്താനും ബോധത്തിന് കഴിയുമോ? തീർച്ചയായും. അത് വേണമെന്നുണ്ടെങ്കിൽ ബോധത്തിന് രണ്ടു ശക്തിയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കൊച്ചു കൊച്ചു കാഴ്ചകളെ അകറ്റി അഖണ്ഡരൂപം വെളിപ്പെടുത്താനും ബോധത്തിന് കഴിയുമോ? തീർച്ചയായും. അത് വേണമെന്നുണ്ടെങ്കിൽ ബോധത്തിന് രണ്ട് ശക്തിയുമുണ്ട്. ആർക്കേതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അംഗീകരിക്കാം. അഖണ്ഡരൂപം വെളിപ്പെടുത്തുന്ന ബോധശക്തിയാണ് സമ.
സമയയെ സമാശ്രയിച്ച് ആരാണോ നിവൃത്തിമാർഗത്തിൽ ചരിക്കുന്നത് അവർക്ക് അചിരേണ ബോധത്തിൻ്റെ അഖണ്ഡ അനുഭവം ഉണ്ടാകുന്നതാണ്. ഇക്കാര്യമാണ് അടുത്ത പദ്യം വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.